നിർത്തിയേക്ക്, നിനക്ക് വരത്തില്ല വീട്. നൂല് വരുന്നതല്ല എടാ, ജസ്റ്റ് കുറച്ചുകൂടി കയറ്റി കിട്ടണം, വെക്കണം ഇവിടെ. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ഓണം ടു യു ആൾ. ഇന്ന് ഓണമാണ്. നിങ്ങളിത് മോസ്റ്റ്ലി ഈ വീഡിയോ നാളത്തേക്കാരും കാണുന്ന, ഓണം കഴിഞ്ഞിട്ട്. അപ്പം ഇന്നലെ രാത്രി കുറച്ച് തിരക്കായിരുന്നു മോനെ. ഇത് അത്തമൊക്കെ ഇട്ട് വരുമ്പോൾ അത്തത്തിന് കാര്യം പറയണ്ട, രാത്രി മഴ പെയ്ത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരണം. കുഴപ്പമില്ല കേട്ടോ. ആ ചുമന്ന ഭാഗം കുറച്ച് ഇങ്ങനെ കട്ടി കുറഞ്ഞതല്ല, അത് മെയിൻലി ബാക്കിയുള്ളതൊന്നും വലിയ സീനൊന്നും ഇല്ല. ഇതങ്ങനെ തന്നെ കാണാനുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞായിരുന്നു, അമ്മ ചിലപ്പോൾ ഓണത്തിന് വല്ലതായിട്ടൊന്നും ഉണ്ടാക്കത്തില്ലെന്ന്. അത് എൻ്റെ സർപ്രൈസിന് അമ്മ ഉണ്ടാക്കി. 10-12 കറി ഉണ്ടാക്കേണ്ടതാണ്. അമ്മ എത്ര ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കി, കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും കുറേ കാര്യങ്ങൾ അതിപ്പോൾ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. അതിന് മുമ്പേ അച്ഛൻ കടയിൽ പോയായിരുന്നു. അച്ഛൻ കടയിൽ പോയിട്ട് ഉച്ചയായപ്പോൾ കടയൊക്കെ അടച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. കട അടച്ച് കാണും. ചില സമയം അച്ഛൻ തുറന്നിട്ട് പിന്നെയും പോകുന്നുണ്ടാണ്, പറയാൻ പറ്റില്ല. എന്തായാലും അകത്തോട്ട് ഫുഡെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ചെയ്യാത്തേ ഉള്ളൂ, ഞാൻ സമയത്ത് എഴുന്നേറ്റ് വരാഞ്ഞുകൊണ്ട് തേങ്ങാപ്പാൽ വേണമായിരുന്നു. മറ്റേ അടപ്രഥമൻ, പാലടയല്ല അടപ്രഥമൻ. അത് മാത്രമേ കുറച്ച് ലേറ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് കാണിച്ചിട്ടില്ല. ഞാൻ പിന്നെ മുണ്ട് എടുത്തിട്ടുണ്ട്, 4ാമത്തെ പ്രാവശ്യം. ഇതപ്പോൾ എൻ്റെ ടയർ അങ്ങനെ ഉണ്ട്. ഈ മുണ്ട് ഇപ്രാവശ്യം ഞാൻ തന്നെ എടുത്തത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് കുറച്ച് ലൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ടൈറ്റാ. ഇതെങ്ങനെയാ തോൽവി സംഭവിച്ചു? എന്തുകൊണ്ടാ ഇങ്ങനെ മുണ്ട് എടുക്കാൻ അറിയത്തില്ല നിനക്ക്? ഒട്ടിച്ചു വെക്കാൻ പറ്റും. ഇത് കറക്റ്റ് ആയത് ഒട്ടിച്ചു വെക്കാനാ? നീ എപ്പോ നോക്കിയാലും ഇങ്ങനെ എന്തുവാണ് ഈ അച്ഛന്റെ കുർത്തയും എടുത്തോണ്ട് ഇട്ട് നടക്കുവാണല്ലേ. ഇന്നലെ റെഡ് ആയിരുന്നു, ബ്ലാക്കാ. മറ്റേത് ഗ്യാപ്പ് കിട്ടത്തില്ല. അച്ഛനാ ഇത് സാരിയാ മടക്കി അച്ഛനാ ഇട്ട് കൊടുത്തത്. അതാണ് നിനക്ക് സ്ട്രെയിറ്റ് ആയി എന്താണ് വൃത്തിയിട്ടിട്ട് വരാം. എന്റെ വേണ്ട അച്ഛൻ കൊള്ളത്തില്ല. എന്റെ മൂലക്ക് നടുക്കണ അത് കറക്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ നിൽക്കേണ്ടത് എന്തിന്? ഇങ്ങനെ നിൽക്കേണ്ടത് അച്ഛനെ കൊടുക്കാറിയോ? നടക്കത്തില്ല, വിട്ടേക്ക്. രാമായണോ എന്താണ് അതുപോലെ ചെയ്യും. അത് അങ്ങനത്തെ മുണ്ടാണെന്ന് തോന്നുന്നു, റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നത്. നിർത്തിയേക്ക്, നിനക്ക് വരത്തില്ല വീട്. നൂല് വരുന്നതല്ല എടാ, ജസ്റ്റ് കുറച്ചുകൂടി കയറ്റി കിട്ടണം, വെക്കണം ഇവിടെ. എന്റെ മുണ്ട് വലിച്ചു. എടാ മറ്റേ ആ പായസം അടപ്രഥനായിട്ടില്ല, എവിടെ പോയി ചെയ്തേ? അത് പാലടയായിരുന്നു, അന്ന് തന്നെ തീർന്നു, എല്ലാവർക്കും കൊടുത്ത്. നീ ഉണ്ടാക്കിയില്ലത്. നീ പോയിട്ട് തേങ്ങ ചേരടാ. ഫോട്ടോഷൂട്ടാ? തൽക്കാലം തേങ്ങ ചേരുണ്ട്. ഇത് അടപ്രഥമം മാത്രം ഉണ്ടാക്കാനാണ് ബാക്കിയുള്ളൂ. ഇത് ശർക്കര പാനീയമാണ്. നീ ഇതിനെ ഇരുന്നത്? ചോറ് വിളമ്പുന്നില്ല. ചോറ് അത് ആ പായസം ആട്രാ, അത് അവസാനമല്ലേ, ആദ്യം മെയിൻ ഡിഷ് കംപ്ലീറ്റ് ചെയ്യാം. ആണോ? എടുത്തോ, എടുക്കാനാ. നീ അവിടെ തന്നെ ഇരുന്നാ മതി. അച്ഛാ പ്ലേറ്റ്. ആ പ്ലേറ്റിംഗ് ഉണ്ട്, നീ അവിടെ ഇരുന്നാ മതി. എപ്പോ നോക്കിയാലും മുണ്ട് പിടിച്ചോണ്ടിരിക്കുവാണല്ലടാ. ഊരി പോകുന്നു, ഞാൻ എന്ത് ചെയ്യാനാ? ഊരി പോകുന്നെങ്കിൽ ഉടുക്കായിരിക്കും. ഇത് എങ്ങനെ ടൈറ്റ് ആയിട്ട് ഉടുക്കുന്നത് മോൻ? വാ കിട്ടില്ല. അച്ഛാ ഫുഡ് എടുക്കച്ചാ. വാ ആ തേങ്ങ ചേട്ടൻ കേട്ടോ. ഇന്നലെ നിക്കറിട്ടിരിക്കണോ താഴത്ത്? ഊരി പോകുമ്പം അറിയണ്ടേ? ഊരി പോകുമ്പോ അറിയാതിരിക്കാൻ. തേങ്ങ ആ ലിക്കറിന്റെ ഒക്കെ തൈട്ട് വെച്ചിരിക്കുന്നുണ്ട്. അവന് ചിരണ്ട അറിയാ, കൈ അവിടെ ഇരിക്കും എന്റെ. ഈ ഒരെണ്ണം മാത്രമല്ല, ഒരു കഷ്ണം മാത്രമല്ലത്. എത്ര കഷ്ണമുണ്ട്? ഏകദേശം ഒരു 8-10 ഉണ്ട്. നാട്ടുകാർക്ക് പൈസ ഉണ്ടാക്കുവാണോ? ഞാൻ ഒരെണ്ണം ചെയ്യും ക്യാമറയ്ക്ക് വേണ്ടി, അത്രേ ഉള്ളൂ. ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ അയക്കും. അങ്ങനെ ആക്കണ്ടത്, അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് അത്രേ ഉള്ളൂ. ചിരണ്ട കൊണ്ടിരുന്നു. ഈ കട്ട് പറയുമ്പോ നിർത്തുക. കട്ട് ഞാൻ പറയുന്നില്ല. എന്തിനാണെന്ന് മോങ്ങുന്ന? പായസം വേണ? എടാ നീ നേരെ തിന്നുന്നത് കഴിക്കേണ്ട ടേസ്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കണം. 1-ാം പാലിന് വേണ്ടതാ. 1-ാം പാലിന് വേണ്ടതൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കണം. ടേസ്റ്റിന് 1-ാം പാലിന് എടുക്കാൻ പറ്റത്തില്ല. നീ മോൻ ചെയ്യും കുറച്ച്. മാറ, ഞാൻ ചെയ്യാം. അയ്യോടാ കൊച്ചാ, വേന എടുക്കുവന്. തേങ്ങ എന്താണ് എങ്ങനെ ചിരണ്ടി വെച്ചിരിക്കുന്നത് നീ? ഒരു സൈഡ് പിടിച്ച് തരേണ്ടതാണ് മോനെ. എന്റെ ഡ്രസ്സ് ഭയങ്കര ചൂടാ, പെട്ടെന്ന് അകത്തോട്ട് പോകാം. ഞാൻ എന്തിനാ കഴിക്കാൻ പോകുന്ന അറിയത്തില്ല. പിന്നെ എടി തേങ്ങ കൊള്ളത്തില്ല. ടെംപ്ടേഷൻ ഉണ്ടല്ലോ മോനെ, അതാണ് ഞാൻ കഴിച്ചത് ഒരു പീസ്. ഞാൻ ഒന്ന് കഴിച്ചിട്ട് രാവിലെ ഇട്ട്, അല്ല എനിക്ക് കഴിക്കാനും പറ്റത്തില്ല. നല്ല കാര്യം. അല്ല മോൻ എന്ത് കഴിക്കും? ഞാൻ വായി മോൻ അത്ര ഡയറ്റ് അല്ലേ?
അത്ര ഞാൻ പറയാൻ പഠിക്കണം. എന്തിലാട്ടെ മോന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അടുത്ത നോൺ വെജ് ഇല്ല, നോൺ വെജ് എല്ലാം പൂട്ടി. ഓണം സ്പെഷ്യൽ മോന് ഫുഡ് കിട്ടാതെ പട്ടി കിടക്കണേ ദൈവമേ. ഞാൻ കഴിക്കുന്ന ദൂരത്ത് നിന്ന് കണ്ടു കേട്ടാ. അതിന്റെ ചൂട് ചോറിനകത്ത് സാമ്പാർ ഒഴിച്ച് പുളിശ്ശേരി, അവിയല്, കൊരച്ച്, എന്റെ പൊന്നോ. ഞാൻ ഉണ്ടാക്കിയ പായസം പോലും ഞാൻ ടേസ്റ്റ് അത് നല്ല മധുരമായിരുന്നു, ആർക്കും വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. നല്ലതൊക്കെ തന്നെ, കുറച്ചൊരു മധുരം കൂടിപ്പോയി, എന്നാൽ നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണെന്ന് എൻ്റെ ഒരു ആത്മീയ അഭിപ്രായം. അച്ഛനെ കൊണ്ടാണ് ബാക്കി ഏൽപ്പിക്കുന്നത്. പറഞ്ഞിടത്ത് 2 തേങ്ങ ആയിട്ടുള്ളൂ മോന്. ഒരെണ്ണം ചെയ്യും മാറും, അമ്മ ഒരെണ്ണം ചെയ്യും മാറും. കുടുംബ എഫേർട്ടാണ് ഇത്, എല്ലാവർക്കും ഇത് വേണം. എത്ര വട്ടം മുണ്ടെടുക്കൂടാ? എത്ര വട്ടം മുണ്ടെടുക്കും നീ? അത് ഒരു വട്ടം കൂടെ എടുക്കും. ഇത് ലാസ്റ്റ് ഇതിപ്പം തേങ്ങ ഒക്കെ ചിരണ്ടി കഴിഞ്ഞ് അത് മിക്സിലിട്ട് അരച്ചിട്ട് ഇപ്പം പാലാക്കി ഇറക്കിയിട്ടുണ്ട്. മെയിൻലി ഈ ഒരു പായസത്തിന് മാത്രമാണ് സമയം എടുക്കുന്നത്, അല്ലേ പിന്നെ പെട്ടെന്നായാലും. എന്തായാലും ഇപ്പം കിടന്നതൊക്കെ 1-2 മണിയൊക്കെ. അച്ഛനെന്താ അപ്പുറത്താണ് കളിക്കുന്നത്? എനിക്ക് ഫുഡും കഴിക്കണം, പക്ഷെ വീട്ടിലുണ്ടാക്കിയത് കഴിക്കാനും പറ്റത്തില്ലാത്തൊരു ഗതികേടാണല്ലോ. ഇതിനാ ചിക്കനാ? അപ്പം ഓണത്തിനാരും ചിലര് പറഞ്ഞായിരുന്നു എനിക്ക് ഫുഡില്ലല്ലോ ഇവിടെ. അവരിരുന്ന് കഴിക്കുന്നത് കൂട്ടത്തില്ല. ഇത് എതിരെയാണ്. ഇത് നിങ്ങള് മലയാളിയൊന്നുമല്ല, നിങ്ങളേതോ മരുത്തന്മാരാണ്, നിങ്ങൾ മലയാളിയൊന്നുമല്ല. വേണ്ടേ കുറെ ആൾക്കാർ ഡയലോഗ് ഇറക്കിയല്ലേ ഇരുന്ന് കഴിക്കുന്ന സമയത്ത്. മലയാളികളെ വെജേ കൂട്ടത്തുള്ളൂ, നോൺ വെജ് കൂട്ടത്തില്ല. ഇങ്ങനെ ഫൈനലി ഫുഡെല്ലാം ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആണെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. പായസം നമുക്ക് കൊണ്ടുവരാൻ, അതിന് മുമ്പ് ഞാൻ ബാക്കിയുള്ള കറി കാണിച്ചു തരാം. ഇത് സേമിയ പായസം, ഇത് സാമ്പാർ, ഇത് ഇഞ്ചിക്കറിയാണെന്ന് തോന്നുന്നു, ഇത് 3 അച്ചാർ, ഇത് എൻ്റെ കറിയുടെ പേര് ഞാൻ മറന്നുപോയി, ഇത് അവിയൽ, ഇതെന്തോ ബീൻസ് കറിയാണെന്ന് തോന്നുന്നു, ഇത് പരിപ്പ്, ഇത് പുളിശ്ശേരി, പിന്നെ ഇത് പപ്പടമായിരിക്കും. നീ ഓൾറെഡി ഇരുന്നാ? ഈ വട്ടെങ്കിലും കിട്ടണം, കുറെ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് കൊള്ളാം. എനിക്ക് പായസം വേണ്ട, ഞാൻ പായസം ക്യാൻസൽ ചെയ്തോളാം. നീ പായസമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പായസം വേണ്ട, വിളമ്പ ഇല എടുക്കണ്ടേ? അച്ഛനെങ്കിലും ഇരിക്കാൻ പറയാം. അച്ഛനോട് ഇരുന്നേ, അച്ഛനോട് കറങ്ങുന്നത്, അച്ഛൻ അങ്ങോട്ടൊക്കെ പോകുന്നു, അവിടെ പോയി ഇരി. എന്താ കുറച്ച് വെള്ളം തരാമോ? വെള്ളം കിടത്തില്ല, വെള്ളം കഴിച്ചോണ്ട് പോകും. താളിക്കാൻ കുറച്ച് പ്ലീസ്. താളിക്കാൻ നീ എന്ത്? അല്ല ജസ്റ്റ് ഇങ്ങനെ തടുക്കി അടിക്കാൻ ഇവിടെ. അല്ല ഇത് വൃത്തിയാക്കാൻ. ഓക്കെ ഇട്ടോ, സാധനം ഇട്ടോളാണ്. ശർക്കര വരട്ടി ഇല്ലേ? അത് വെക്ക നേരെ വരി. വെള്ളമൊക്കെ ഒഴിച്ച് ഉണങ്ങിപ്പോയി, പെട്ടെന്ന് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ചിപ്സ് ഇടാം. ശർക്കര വരട്ടി ഇല്ല, വൈകുന്നേരം സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചു തരാം കേട്ടോ. പപ്പടം ഒന്ന് അറിയാത്ത പിള്ളേരൊക്കെ വിളമ്പാൻ പറ്റത്തില്ല. ഓക്കെ ഇവിടെ ഇഞ്ചിക്കറി ആയിട്ടുണ്ട്, അടുത്തേക്ക് ഇട്. പെട്ടെന്നാട്ടെ. അച്ഛനാണ് ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അച്ഛനക്ക് ഇരിക്കാൻ പറഞ്ഞേ. അച്ചാറാണ് ദൂസറ അച്ചാർ ക്യാ? രണ്ടാമത് അച്ചാറിട്. അച്ചാർ മാത്രമേ ഉള്ള പ്ലേറ്റിനകത്ത്. അച്ചാർ വെച്ച് മാത്രമാണ് ഫുഡ് കഴിക്കണ്ടേ? എന്താണ് നെല്ലിക്ക? 5 വിഭവം വന്ന് 3 അച്ചാറായി. അവിയലിട്ടു. അത് തടയും എടുത്ത്. ഇതിനൊക്കെ എന്തിനാണ്? ബീൻസ് ഇട്ടോ? ബീൻസ് തോരനല്ല, അത് ബീൻസ് മാത്രം. ഓക്കെ ചൂട് ചോറ്. നേരെ കുഴിയുണ്ടായി കളിക്കുന്നതിനകത്ത് കുഴിയെന്നുണ്ടായി കളിക്കുന്നത്. സാമ്പാർ എണ്ണയില്ലേ? എണ്ണയല്ല, ഗീ ഇല്ലേ? പിന്നെ സാമ്പാർ. സാമ്പാർ പരിപ്പിന്റെ ഒപ്പം തന്നെ ഇടാനാ? സാമ്പാർ ഫ്രഷ് ആയിട്ട് കിട്ടും, എല്ലാം കൂടെ ഒരുമിച്ച്. കണ്ട വെജാണ്. താഴെപ്പള്ളിക്കാർ നോക്കി അവിടെ എല്ലാം ആയിട്ടുണ്ടല്ലോ. എല്ലാം ആയിട്ടുണ്ട്. അച്ഛനെ എരി എന്താണ്? ഒരാൾ മാത്രമേ, അവൻ മാത്രമേ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത്. എനിക്ക് വിശന്നിട്ട് വരാ. അച്ഛനെരി 2 പേർക്കുള്ള സ്പേസ് ഉള്ളല്ലേ ഇവിടെ? നിങ്ങളിങ്ങനെ ഇതാക്കണ്ട, കുറച്ച് പുളിശ്ശേരി ഇങ്ങോട്ട്. എന്ത് പുളിശ്ശേരി കഴിക്കാൻ? കൺഫ്യൂഷൻ ആണെങ്കിൽ പുളിശ്ശേരി ഇങ്ങോട്ട് വരാം ആദ്യം. എൻ്റെ ചിക്കൻ വാങ്ങുന്നുണ്ട് ഇവിടെ, ഒന്ന് മറച്ചിട്ടേക്കട്ടെ. ഈ പുളിച്ചിക്കൻ എനിക്ക് വേണ്ടി തന്നെ. എൻ്റെ ഡയറ്റിന് ഏകദേശം 10 ദിവസം കൂടി ഉള്ളു ബാക്കി. ഫുള്ളും തിന്നണം കേട്ടാ. ഇത് കേട്ട് 2 പായസം കൂടി ഉണ്ട്, സേമിയയും പിന്നെ അടപ്രഥമനും ഉണ്ട്. ഒന്ന് മിസ് ചെയ്യരുത്. വല്ല വേണമെങ്കിൽ പറ. 4 അച്ചാർ ഇട്ടല്ലടാ, ഇനി അച്ചാർ വേണം എനിക്ക്. ഞാനും എൻ്റെ ഫുഡ് കഴിക്കാൻ പോവുക. കഴിച്ചു കഴിഞ്ഞാ ഇനി പായസത്തിൻ്റെ ടൈം. പായസത്തിൻ്റെ പഴം മേടിച്ചില്ലല്ലേ? പഴം മറന്നു. അച്ഛാ സേമിയ കൊടുത്ത ചേവന ആദ്യം, പിന്നെ അടപ്രഥം കൊടുക്കാം. എന്നാ കടി നീയല്ലേ കഴിക്കണ്ട, നീ കഴിക്കുന്നൊക്കെ വെല്ലു വിളിച്ചില്ലേ? കഴിയിടാണ്ട് നീ ഡയലോഗ് ഇറക്കിയല്ലേ? രാവിലെ തൊട്ട് പട്ടിണിയാ. പെട്ടെന്ന്
സൈഡിൽ വെച്ചാ ഉഷാറുള്ള പയ്യന്മാരെ ഒക്കെ കേട്ടോ. ഇതൊക്കെ എന്തോ ഇത് വയസ്സായി ഔട്ട് ഓഫ് ഏജ്. പെട്ടെന്നേ കേസ് അങ്ങനെ ഫൈനലി അടപ്രഥമനായിട്ടുണ്ട്. ഇനി ഇത് വിളമ്പിയാൽ മാത്രം മതി. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, അതൊരു ദുഃഖമുണ്ട്. ഇന്ന് അടപ്രഥം കഴിച്ചോ? ഒന്നുമില്ല, ഫുള്ളും കഴിച്ചേക്കണം കേട്ടാ. ഇത്ര കഴിക്കുന്നുള്ളത്? ഇത്ര മതി. എടാ കുറച്ച് പുളിശ്ശേരി കൂട്ടി. വേണ്ട. വേണ്ടേ? നമ്മുടെ വീടിന്റെ അടുത്താണ് എന്റെ വീട്. അതുകൊണ്ടാ പറയുന്നത് കുടിച്ചോ? വേണ്ട വേണ്ട മോനാ ഡയലോഗ് അടിക്കാണെങ്കിൽ വേണ്ട. എനിക്ക് വേണ്ട, സത്യം പറയുന്നത് വേണ്ട. മാറിപ്പോയിട്ട് വിളിക്കരുത് പുറലോട്ട്. വേണ്ട, ആ വിളിക്കത്തില്ല. എന്നാ കുറച്ച് കഴിയുന്നാലും വേണ്ട. എടാ പഴയതുപോലെ നീ കുമ്പിടാൻ മേലടാ. വേണ്ട, ഞാൻ പഴയ ജിംനാസ്റ്റിക്. ആ വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നോട്. വേണ്ട. അങ്ങനെ ഓണത്തിന്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിച്ചില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു അത്തമില്ലാതായി. അത്തത്തിന്റെ കൂടെ അമ്മ ഫോട്ടോ എടുത്തിട്ടില്ല. അമ്മയ്ക്ക് ആ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് കിടക്കുക. പക്ഷെ ഇതുവരെ അമ്മ ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല. ലൈറ്റും പോയി തുടങ്ങി. അമ്മ പെട്ടെന്ന് അമ്മ ലൈറ്റ് കാണത്തില്ല. കുറച്ചുകൂടി ലേറ്റ് വരാനല്ലേ അമ്മ? അച്ഛനെ കൂടെ അച്ഛൻ കിടന്ന് ഉറങ്ങും. അമ്മയുടെ ഫോട്ടോ എടുത്ത് തരട്ടെ. ഇങ്ങോട്ട് വാ. ആദ്യം അമ്മ നിൽക്കമ്മ. ഓൾറെഡി അത് ആ പൂവുള്ളതെല്ലാം വാടിപ്പോയിക്കൊണ്ടിരിക്കും. അമ്മ വന്നൊരു ഫോട്ടോയിൽ എടുത്ത് തരട്ടെ ലൈറ്റ് പോകുന്നതിന് മുമ്പ്. എടാ ജയമ്പി, എന്താടാ ഇന്ന് റീൽസ് കാണോ? എന്നാ വേറെ പണിയൊന്നും ഇല്ലല്ലേ? സിനിമയ്ക്ക് എന്തിന്? 11 മണിക്ക്? അത്രയ്ക്ക് വെറുതെ ഇരിക്കുവാണോ നീ? എന്നാ ശരി. എടാ ഒരു സോഡ ബോട്ടിൽ മേടിച്ചിട്ട് വന്ന് ഡയറ്റിലെ സോഡ കുടിക്കാതെ നീ പോയി മേടിച്ചിട്ട് വാ. എടാ കാത്ര അത്ര ഡയറ്റിലൊന്നും നീ പോയിട്ട് വാ. ആൾക്കാരെ പറ്റിക്കുന്ന ഈ കാത്രത്തിൽ ഡയറ്റ് നിർത്തി. സോഡ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. സോഡ മേടിച്ചിട്ട് വാ. പൈസ എടുക്കാല്ലേ? ഒറ്റയ്ക്ക് പൈസ നീ അവിടെ വരെ ഉള്ളൂ, അടുത്താണ്. പൈസ നീ തന്നെ ഒപ്പിച്ചോ? ചോദിച്ചു നോക്കില്ല, അപ്പൊ ആയിരിക്കും. എന്നാ അവന്റെ പറഞ്ഞ ചെറിയൊരു സോഡയുടെ ബോട്ടില്ല, അവന്റെ വലുതും എടുത്തോണ്ട് വന്നു. അപ്പൊ എന്താ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കട്ടെ. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? രാവിലെ കഴിച്ചത് തന്നെയാണ് ചിക്കൻ. ആ എനിക്ക് വിശക്കുമ്പോ നിനക്ക് അപ്പൊ തന്നെ നിനക്കും വിശക്കും. നിന്റെ വയറ് ഗീർക്കണക്കാണെന്നല്ലേ? മാറ്. നീ ചിക്കൻ മണപ്പിക്കുമല്ലേടാ നീ? നിനക്ക് കിട്ടത്തില്ല, ഞാൻ അങ്ങനെ കഴിക്കും. നിനക്ക് കിട്ടത്തില്ല, മാറിക്കോ. ഇറങ്ങിക്ക്. ഞാനിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് പറയുന്നത് അപ്പം തന്നെ സ്ട്രീം ചെയ്യാൻ വേണ്ടി ചാടിക്കയറിയിരിക്കും. നോക്കി എപ്പോൾ മാറോടെ എനിക്കാണെന്ന് ഉറങ്ങണം. പ്രശ്നം എടുക്കുക. എന്തിനാണ് ഞാൻ മാറുമ്പോൾ എപ്പോഴും ചാടിക്കയറി ഇരിക്കുന്നത്? എടാ സിനിമയ്ക്ക് പോകുന്നുണ്ടായില്ല, ഞാൻ കിടന്നുറങ്ങും. ഞാൻ പറഞ്ഞേക്കാം, ഇവനത് ഇരുന്നവരെ ഞാൻ എഴുന്നേറ്റിരിക്കത്തില്ല, ഞാൻ കിടന്നുറങ്ങും. എന്റെ സ്ട്രീം കഴിഞ്ഞ് പോണ്ടേ സിനിമയ്ക്ക്? ചക്കപ്പോത്ത്. ഹലോ, സിനിമയ്ക്ക് പോണ്ടേ? ഞാൻ എന്തായാലും ഈ സിനിമയ്ക്കൊന്നും പോകുന്നില്ല. സിനിമയ്ക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ വീഡിയോ തീരും. എനിക്ക്